വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു വോൾവോ 9980 R22 സിംഗിൾ വീലാണ് കേട്ടോ. ഇത് ഡബിൾ ഒരു പില്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഫുൾ AC ആയതുകൊണ്ട് നമുക്കിവിടെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് വോൾഡിക്കേറ്ററും എല്ലാം ഹാലജനാണ് കേട്ടോ. ഇത് മാത്രം നമുക്കൊരു LED ബൾബുടെ ഒരു ബാഡ്ജിങ് പുതിയത്. ഇത് മൾട്ടി എക്സൽ രണ്ടെണ്ണം ഉണ്ട്. അതും സെയിം ബാംഗ്ലൂർ. ഒരു I10 കിടപ്പുണ്ട്. ഇതുണ്ടോ സ്റ്റിക്കറൊക്കെ നോക്കിയേ. ഇതൊരു വോൾവോയുടെ കേരള ബാംഗ്ലൂർ മൾട്ടി ആക്സിൽ വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഉണ്ടോ NL ആണ് ഈ വണ്ടിക്ക്. ജസ്റ്റ് നോക്കിക്കേ. ഇതാണ് കേട്ടോ 1Xന്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇതിന്റെ ഇനോഗ്രേഷൻ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന്റെ വേണേൽ ലിങ്ക് ഇടാം. ഇത് ഇവരുടെ പുതിയ വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാം ഫ്രണ്ടിലേക്ക്. ഇതൊരു വോൾവോയുടെ കേരള ബാംഗ്ലൂർ മൾട്ടി ആക്സിൽ വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഉണ്ടോ NL ആണ് വണ്ടി രജിസ്ട്രേഷൻ. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമോ നോക്കട്ടെ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ബാക്ക് ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ജസ്റ്റ് ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് കുറച്ച് വിഷ്വൽ ചെയ്യാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതിൻ്റെ 1Xന്റെ ഓഫീസ് കേട്ടോ. ഇതിൻ്റെ ഇനോഗ്രേഷൻ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഫ്രണ്ടിലേക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു I10 കിടപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ സ്റ്റിക്കറൊക്കെ നോക്കിയേ. ഒരു വെറൈറ്റി സാധനം. ഈ ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അലവിലൊക്കെ അടിപൊളി ഒരു ഗ്രീൻ സംഭവം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ ഒരു ഫ്രണ്ടിൽ എന്തോ ഇലക്ട്രിക് സംഭവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മൾട്ടി ആക്സിൻ്റെ കേട്ടോ നമ്മുടെ വണ്ടി. ജസ്റ്റ് നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്തോട്ട് കയറാവേ. ഇതിൽ ഇരിക്കുന്ന ഇതുണ്ട് ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വോൾവോയിൽ വരുന്നത്. റിവേഴ്സ് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പിന്നെ ഒത്തിരി സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് പൂജയൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻഫർമേഷനായിട്ട് ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒത്തിരി ലൈറ്റിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഇരിക്കാൻ പറ്റും നോക്കട്ടെ. കയറുവാണെങ്കിൽ അതുപോലെ ഇവിടെയും കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ബ്രേക്കിംഗ് സിസ്റ്റം, പിന്നെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും. അതിനൊക്കെ കുറച്ച് ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല. എന്നാലും അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് നോക്കുവാണെങ്കിൽ കണ്ടോ അത്യാവശ്യം ഒരു ചെറിയൊരു 7 ഇഞ്ചിൻ്റെ ഒരു മോട്ടർ പോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. കുറേ ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നല്ല വലിയൊരു സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കേട്ടോ. വോൾവോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു മെയ്ക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 1Xന്റെ ഒരു സംഭവങ്ങൾ, ഒരു സ്ലൈഡ് വരുന്നുണ്ട്. മറ്റേ സൺ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സ്ലൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കോർട്ട് കിളിയുടെ ഒരു സീറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു മാറ്റുണ്ട്. അത് പുതിയ വണ്ടി ആയതുകൊണ്ട് കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്കിവിടെ കുറച്ച് അൽത്തൂത്തായിട്ട് കിടക്കുന്നത്. നമുക്കത് ചെയ്യാൻ പറ്റും നോക്കട്ടെ. നമുക്ക് ആക്സിലേറ്ററും ക്ലച്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 ക്വാർട്ടർ ഗ്ലാസ് ആയിട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. വോൾവോയുടെ ലെറ്ററിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു AC ഒരു ചെറിയൊരു ഫാൻ്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്ന് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. ഒരു 2 കോടി രൂപ അടുത്ത് വരെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഓണറിൻ്റെ വണ്ടി. വാഗനറാണ്. ഇതാണ് ഈ വണ്ടിയുടെ ഓണറിൻ്റെ വണ്ടിയാട്ടോ. ഈ ഒരു ബ്ലൂ അവരുടെ വണ്ടിയാണിത് ഈ പോകുന്നത്.
വണ്ടി പോയതിന്റെ നല്ല എന്താ പറയാ ഫില്ലായിട്ടല്ലേ പോയത്. ഹലോ ചേട്ടാ, ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എന്റെ പേര് സച്ചിൻ. പുതിയത് രണ്ട് വണ്ടിയുണ്ട്. ഇത് മൾട്ടി എക്സൽ രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം ഒരുമിച്ചാണ്. അത് ഒരെണ്ണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒരെണ്ണം അപ്പൊ ആ സമയത്ത് തന്നെ. അതും സെയിം ബാംഗ്ലൂർ കേരള 2 ആണോ? സർവീസ് അല്ലേ, അപ്പൊ പെയറായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ രജിസ്ട്രേഷൻ നാഗാലാൻഡിൽ ചെയ്യുന്നതാണോ? എന്നെല്ലാം അങ്ങനെ നമ്മുടെ കേരളത്തിൽ അതുകൊണ്ടായിരിക്കും അവിടെ ചെയ്യുന്നത് അല്ലേ? അല്ല, നമുക്ക് അത്യാവശ്യം ഈ ഡേറ്റിൽ വണ്ടി ഓടിക്കണമെന്നുണ്ടായിരുന്നു, അങ്ങനെ പെട്ടെന്ന് ചെയ്താ. ഓക്കെ. നമ്മളകത്തോട്ട് കയറുവാണെങ്കിൽ കണ്ടോ, സ്റ്റിയറിംഗ് പുതിയ വണ്ടിയാണ് കേട്ടോ. പുതിയ ഒരു മൾട്ടി ആക്സിൽ വണ്ടിയാണ്. നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിലും കണ്ടോ, ഒരു വോൾവോയുടെ ഒരു തനതായ ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുതിയതാണ്. നമ്മൾ പൂജയൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കർട്ടൻ വരാനുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുവാണെങ്കിൽ മേളിലൊരു പിന്നെ ഇവിടെ ഒരു കർട്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അകത്തോട്ട് കയറുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്ലീപ്പർ കോച്ച് പോലൊരു സംഭവം കണ്ടോ. വോൾവോയുടെ ഒരു പില്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ 1Xൻ്റെ. അതേപോലെ മേളിലും നമ്മളിങ്ങോട്ട് നോക്കി എന്താ ഒരു രസം, സുഖമായിട്ട് നമുക്ക് കിടക്കാം. അതേപോലെ തന്നെ പൊക്കത്തും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കിടക്കാം. അതേപോലെ തന്നെ 1Xൻ്റെ ഉണ്ടോ ഒരു ലെറ്ററിങ് കാര്യം, പിന്നെ നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം കേട്ടോ. നമുക്ക് നോക്കാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ എമർജൻസി എക്സിറ്റിൻ്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ ആ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഫുൾ AC ആയതുകൊണ്ട് നമുക്കിവിടെ ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് വോൾവോയുടെ ഒരു ഹെഡ് റെസ്റ്റും പറയും. നമുക്ക് ഇപ്പോൾ കിടക്കുന്ന സമയത്താണെങ്കിൽ നിവർന്നിരിക്കുക, അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് പോലത്തെ ഒരു സംഭവങ്ങളും കുഷ്യനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് സപ്പോർട്ടായിട്ട്. പിന്നെ നമുക്കൊരു വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലും കാര്യങ്ങളും, പിന്നെ ഒരു പവർ ബാങ്ക് കുത്താവുന്നൊരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ ഇരുന്നതിൻ്റെയൊക്കെ ഇത് കേട്ടോ. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കണം. ഇതിപ്പോൾ ഇവരുടെ സ്റ്റാഫ് ഇറങ്ങിയതിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് ബാക്കിലേക്ക് വരുവാണെങ്കിലും അതേ സെയിം സംഭവം തന്നെയാണ്. രണ്ടും ഇവിടെ സിംഗിളും ഇവിടെ ഡബിളും ആയിട്ടാണ്. അതേപോലെ സെയിമും മേളിൽ അങ്ങനെ തന്നെ കേട്ടോ. കുറച്ച് മാറ്റും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്, പുതിയ വണ്ടിയല്ലേ. ഇവിടെ എക്സിറ്റ് ആയിട്ടുള്ളൊരു സംഭവങ്ങൾ, പിന്നെ ജസ്റ്റ് നമുക്ക് അവിടെ ഒരു ക്യാമറയും വരുന്നുണ്ട്. പിന്നെ വോൾവോയുടെ ഒരു സ്പീക്കർ, പിന്നെ നമുക്ക് AC-യുടെ ഒരു വെൻ്റ് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു LED പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അടിപൊളിയാണ്. ഈ ഒരു മാറ്റും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. അപ്പാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ. നല്ല അടിപൊളി ഒരു സംഭവം കേട്ടോ. നോക്കിയേ, അടിപൊളി. ഇത് ഡബിൾ സ്ലീപ്പിംഗ് ആയിട്ടുള്ള സംഭവങ്ങളും, ഇതും ഡബിൾ 1Xൻ്റെ ആ ഒരു ലെറ്ററിങ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളും. ഇത് സിംഗിൾ ആയിട്ടുള്ള കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ബാംഗ്ലൂർ കേരള വണ്ടിയാണ് കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നല്ല അടിപൊളി ഒരു കോച്ചായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. സാധാരണ ഹാലജൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു വോൾവോയുടെ ഒരു ലെറ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. സൈഡിലേക്ക് വരുവാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു എമർജൻസി എക്സിറ്റിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്, 2 BX6. ഈ ഒരു ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു വലിയൊരു ടയറും കാര്യങ്ങളൊക്കെയാണ്. ടയറിൻ്റെ സൈസ് ഞാനിപ്പോൾ പറഞ്ഞില്ല, 299 R22 സൈസാണ് നമുക്ക് വരുന്നത്. നമുക്കൊരു ഗ്രാഫിക്സ് നല്ലൊരു അടിപൊളി ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിൽ മൾട്ടി ആക്സിലാണ്. മൾട്ടി ആക്സിലായതുകൊണ്ട് നമുക്ക് ഇവിടെ അതേ സെയിം വീല് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. മൾട്ടി ആക്സിലായതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് പറയുവാണെങ്കിൽ കേട്ടോ, ഇത് സിംഗിൾ വീലാണ് കേട്ടോ. ഇത് ഡബിൾ വീലാണ്. ഓക്കെ, ഇത് സിംഗിൾ വീലാണ് കേട്ടോ.
ജസ്റ്റ് ഇതിൻ്റെ അടി ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു എയർ ഇൻടേക്ക് പോലത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, കണ്ടോ ആ ഒരു ബാക്കിലെ വീല് സിംഗിളാണ്. അതിൻ്റെ അകത്ത് ആ ഫ്ലാപ്പിൽ വോൾവോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമുക്ക് ഡബിൾ വീല് വരുന്നത്, ബാക്കിലാണ് സിംഗിൾ വീല് വരുന്നത് കേട്ടോ. ബാക്കിൽ ലൈറ്റ് വരുവാണെങ്കിൽ കണ്ടോ ഒറിജിനൽ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇതൊരു ഫേക്ക് ആയിട്ടുള്ളതാണോ ലൈറ്റ് ആണോ എന്ന് അറിയത്തില്ല. ഇവിടെ നമുക്കൊരു റിവേഴ്സും ഇൻഡിക്കേറ്ററും എല്ലാം ഹാലജനാണ് കേട്ടോ. ഇത് മാത്രം നമുക്കൊരു LED വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു റിഫ്ലക്ടർ, ഇതൊരു ലൈറ്റ് പോലെയാണ്, റിഫ്ലക്ടർ പോലെയാണ് കാണുന്നത്. നമുക്ക് പിന്നെ സെൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഒരു 2-3 സെൻസർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വോൾവോയുടെ ഒരു ബാഡ്ജിങ്, ഒരു വലിയ വോൾവോയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മെയിലാണെങ്കിൽ അത്യാവശ്യം ഒരു ഗ്രില്ല് പോലൊരു സംഭവങ്ങളും പിന്നെ 1Xൻ്റെ ഒരു ലെറ്ററിങ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴത്തൊരു വോൾവോ. ഇത് കേരള ടു ബാംഗ്ലൂർ കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാവും കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആ സ്ലീപ്പർ കോച്ചിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും.